ഹലോ ഗൈസ്, അപ്പം നമ്മൾ നമ്മുടെ ക്രിസ്മസ് അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് ചാൽ ബീച്ചിലാണ് കേട്ടോ പോയിട്ടുണ്ടായത്. എൻട്രൻസിൽ തന്നെ ഭയങ്കര തിരക്കായിരുന്നു ക്രിസ്മസ് ആയതുകൊണ്ട്. എന്നിട്ട് നമ്മളങ്ങനെ ക്യൂ ഒക്കെ നിന്നു. എൻട്രി ചെയ്ത പാടത്തെ ഫ്ലവേഴ്സിൻ്റെ ഒരു ഫ്ലവർ ഷോ പോലെ അവർ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല വെറൈറ്റി ഓഫ് ഫ്ലവേഴ്സ് ഉണ്ട് അവിടെ. പിന്നെ അതിന് ശേഷം ഒരു പെറ്റ് ഷോ ആണ്. നമുക്ക് ലൈവായിട്ട്, അതായത് ഈ ബേഡ്സിനെ ഒന്നും, ഈ ഫിഞ്ചസ് പോലത്തെ ബേഡ്സ് ഉണ്ടല്ലോ കുഞ്ഞു കുഞ്ഞു, അങ്ങനത്തെ ഒന്നും കൂട്ടിലൊന്നും ഇടാതെ അവരെ ഫ്രീ ആയിട്ട് വിട്ടിട്ട് നല്ല അടിപൊളിയാക്കിയിട്ട്, പിന്നെ ഇതുപോലെ പാമ്പും മുയലും ഒക്കെ ഉണ്ടായിരുന്നു. പാമ്പിനെ നമുക്ക് കഴുത്തിൽ ഒക്കെ ആയിട്ട് ഫോട്ടോ എടുക്കാനും അങ്ങനെയൊക്കെ അലോ ചെയ്യുന്നുണ്ട്. പേടിച്ചിട്ടാണെങ്കിൽ ഞാനൊന്ന് ടച്ച് ചെയ്തിട്ടുണ്ടായി കേട്ടോ. അപ്പോൾ അതേ ആമി മോളെ കൂടെ ഒന്ന് ടച്ച് ചെയ്യിക്കാനുള്ള ശ്രമത്തിലാണ്. പിന്നെ അതുപോലെ പാരറ്റ് നമ്മളെ അടുത്ത് വരുന്ന പാരറ്റല്ല, മക്കാവും. അപ്പോൾ ആൾ എന്തോ ദേഷ്യത്തിലായിട്ട് നമ്മുടെ അടുത്ത് വന്നിട്ടേ ഉണ്ടായില്ല കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ബീച്ചിലെത്തിയപ്പോഴേക്കും അവിടെ മ്യൂസിക് ലൈവ് ഷോ നടക്കുന്നുണ്ടായി. അതും കുറച്ച് നേരം കണ്ടിട്ട് നമ്മൾ വിചാരിച്ചു ഇനി നമുക്ക് ഫുഡ് സ്റ്റാളിലേക്ക് പോകാമെന്ന് കേട്ടോ. ഫുഡ് സ്റ്റാളിൽ എൻട്രി ചെയ്ത പാടതേ നമ്മൾ കണ്ടത് ഈ ചായയാണ് കേട്ടോ. കണ്ടത് നല്ല കണ്ണിലുടക്കിയത് ഇയാളെയാണ്. വെറൈറ്റി, അതായത് 3 തരം, സ്ട്രോബെറി, ഗ്രീൻ ആപ്പിൾ, പൈനാപ്പിൾ എന്ന് പറഞ്ഞിട്ട് 3 തരത്തിൽ ചായ ഉണ്ടായി. പിന്നെ ആമിമോൾക്ക് എന്ത് ഫെയറിന് പോയാലും ഈ ഒരു സ്പൈറൽ പൊട്ടറ്റോ ഉണ്ടെങ്കിൽ അത് അവൾക്ക് വേണം കേട്ടോ. അപ്പോൾ അത് നമ്മൾ വാങ്ങിച്ചു കൊടുത്തു. പിന്നെ കുട്ടികളുടെ കുറച്ച് റൈഡ്സിൽ കയറ്റിയിട്ടോ. അപ്പോഴേക്കും നമ്മളെ കസിൻ സിസ്റ്ററേയും കൂടെ നമുക്ക് കാണാൻ പറ്റി. അപ്പം നമ്മൾ നമ്മുടെ 2 മക്കളെയും കൂടെ അവർ താല്പര്യം പറഞ്ഞതും അവരെ അലോ ചെയ്യുന്നതും ആയിട്ടുള്ള റൈഡ്സിലൊക്കെ കയറ്റിയിട്ടുണ്ടായി കേട്ടോ. പിന്നെ ഇതുപോലത്തെ ട്രെയിൻ ഉണ്ട്. പിന്നെ കുട്ടികൾക്ക് ആമിമോളൊന്നും ഇതിൻ്റെ അകത്തൊന്നും വരുന്നേ ഉണ്ടായില്ല കേട്ടോ. കുറച്ച് ബുദ്ധിമുട്ടാണ് തുഴഞ്ഞു പോകാൻ വേണ്ടി. കയ്യിൽ ഭയങ്കര പ്രഷർ കൊടുത്ത് ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ എന്നാൽ പോലും ഭയങ്കരമാണ്. പിന്നെ അവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ വലിയ ജൈൻ വീലും പിന്നെ വലിയൊരു തോണിയൊക്കെ ഉണ്ട് കേട്ടോ. ഈ ക്രിസ്മസ് വെക്കേഷന് കുട്ടികളെയും കുട്ടി എവിടെ പോകുമെന്ന് ആലോചിക്കുന്ന കണ്ണൂരാണെന്നുണ്ടെങ്കിൽ നേരെ വന്നേക്ക് അഴീക്കോട് ചാൽ ബീച്ചിലേക്ക്. നിങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം അവിടെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ജനുവരി 4 വരെ ഫെസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക്